ഹായ് ഹലോ അസ്സലാമു അലൈക്കും. മീനില്ലാതെ നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ? മീൻ കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. മീൻ കഴിക്കാത്തവർക്ക് മീൻ കറി കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാനിവിടെ കുടംപുളി എടുത്തു വെച്ചിട്ടുണ്ട്, ഏത്തക്ക എടുത്തു വെച്ചിട്ടുണ്ട്, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉലുവ, ചുവന്നുള്ളി, തേങ്ങ, ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെയും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കടുകും ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം കേട്ടോ. പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, കത്തിപ്പോകും അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പുളിയും വെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ചൂടായി ഞാൻ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളവും ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിന് പകരം നമ്മുടെ ഏത്തക്കായൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏത്തക്കായൻ്റെ കഷ്ണം ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അടപ്പ് തുറക്കുമ്പോഴേക്കും നല്ലൊരു മീൻകറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. തേങ്ങ അരപ്പ് ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ നമുക്ക് മീൻകറി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് കറിയൊക്കെ വേണ്ടവർക്ക് തേങ്ങ അരപ്പ് വേണ്ടി വരും. അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കൊഴുപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ തേങ്ങയുടെ അരച്ച ജാറൊന്ന് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.